യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. നാളെ ഈസ്റ്റർ. യേശുവിൻ്റെ പുനരുത്ഥാനത്തെ ധ്യാനിക്കുന്ന ദിവസമാണ് നാളെ. ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. ദുഃഖവെള്ളിക്ക് ശേഷമുള്ള ദുഃഖ ശനിയാഴ്ച. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെയുള്ള ദിവസമാണല്ലോ. ഇന്ന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നു മുതലാണോ നാം ദൈവത്തിന് സമർപ്പിക്കുന്നത്, അന്നു മുതൽ ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ദൈവം നമ്മളെ ഏറ്റെടുത്ത് നടത്തും. എന്നു മുതലാണോ? യേശു എങ്ങനെയാണ് കുരിശിൽ മരിച്ചത്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഒരു സമർപ്പണം നടന്നു. അവിടെ ഒരു സമർപ്പണം നടന്നു, ഒരു ഏൽപ്പിച്ചു കൊടുക്കൽ നടന്നു, അങ്ങനെ ഒരു പ്രാർത്ഥന നടന്നു. ഇനി യേശു മരിച്ചു, യേശുവിനെ അടക്കം ചെയ്തു. ലോകത്ത് ഒരിടത്തും നമ്മൾ വായിച്ചു കേട്ടിട്ടില്ല ഒരാൾ മരിച്ച കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്. ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ കല്ലറ സീൽ ചെയ്യണം, അവിടെ കഴിവുള്ള പട്ടാളക്കാരെ നിയമിക്കണമെന്ന് കുറേ ആളുകൾ ഉപദേശം പറഞ്ഞ് കൊട്ടാരത്തിൽ ചെന്നവർ. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ കഴിവനുസരിച്ച് വേണ്ടതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തി എന്നാണ്. എന്തിനാണെന്നറിയാമോ? ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ. നമ്മുടെ ജീവിതത്തിലും ഒരു നല്ലതുണ്ടാകാതിരിക്കാൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാതിരിക്കാൻ പലതും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന് സമർപ്പിച്ചവരാണോ? പ്രാർത്ഥനയിൽ നിൽക്കുന്നവരാണോ? ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ നിൽക്കുന്ന ഒരാളാണോ? ഉയർത്തെഴുന്നേൽക്കും. എന്ത് വെല്ലുവിളികളുണ്ടായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ആരൊക്കെ ചെയ്തു വച്ചാലും അതിനെ മറികടന്ന് ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 62 മുതലുള്ള വാക്യം ഒന്ന് കേൾക്കുകയാണ്. കല്ലറയ്ക്ക് കാവൽ. പിറ്റേ ദിവസം, അതായത് ഒരുക്ക ദിനത്തിൻ്റെ പിറ്റേന്ന്, പ്രധാന പുരോഹിതന്മാരും ഫരിസയരും പീലാത്തോസിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി, ഒരു കമ്മിറ്റി കൂടി, ഒരു മീറ്റിംഗ് നടന്നു. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞത് ഞങ്ങളിപ്പോൾ അങ്ങ് ഓർക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കണം. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ, പുറത്തു വരാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ് മീറ്റിംഗ് കൂടുവാണ്. 64-ാമത്തെ വാക്യം. അതിനാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കണം. രാജാവിനോട് പറഞ്ഞു, കൽപ്പന പുറപ്പെടുവിക്കണം, പട്ടാളക്കാരെ വെക്കണം. ഇല്ല, കാര്യം ശരിയാവില്ല, നമ്മൾ ചെയ്തതൊക്കെ മണ്ടത്തരമായി പോവും, നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് കല്ലറയ്ക്ക് കാവൽ വേണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറഞ്ഞ് പ്രസംഗിച്ചു എന്ന് വരാം. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യാം. 65-ാമത്തെ വാക്യം. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവിൻ. അവർ പോയി കല്ലിന് മുദ്ര വച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. എന്തിനാണ് ഇവർ ഈ കഷ്ടപ്പാടെല്ലാം എടുത്തത്? ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ, പുറത്തു വരാതിരിക്കാൻ. ഇങ്ങനെയുള്ള മനസ്സുള്ളവർ ഇന്നുമുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെ അസ്വസ്ഥതയുള്ള മനസ്സുള്ളവരുണ്ട്. കറുത്ത മനസ്സുള്ളവരുണ്ട്. ഇങ്ങനെ അസൂയുള്ളവർ, ഭയങ്കര ദേഷ്യമുള്ളവർ, മനസ്സിൽ പകയുള്ളവർ. ഒരിക്കലും ആ വ്യക്തി രക്ഷപ്പെടരുത്. ഒരിക്കലും ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കരുത്. ഒരിക്കലും ആ കുടുംബം ശരിയാകല്ല്. ഒരിക്കലും ആ വ്യക്തിയുടെ സാമ്പത്തികം ശരിയാകരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. പക്ഷേ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? യേശു ഇങ്ങനെ പറഞ്ഞാൽ മരിച്ചത്, അങ്ങയുടെ കരങ്ങളിൽ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ
എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഒരു സമർപ്പണ പ്രാർത്ഥന ആ പ്രതിസന്ധിയിൽ നടന്നു. പ്രാർത്ഥനയാണ് നടന്നത്, ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ പ്രാർത്ഥന നമുക്കും ഉണ്ടെങ്കിൽ എന്ത് വിഷയമാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ തന്നെ സമർപ്പിച്ചാണ് ഈ പ്രതിസന്ധിയിൽ, ഈ വല്ലായ്മയിൽ, ഈ കഷ്ടതയിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ ദൈവം ഏറ്റെടുക്കും. നമ്മുടെ കാര്യങ്ങളെ ഒരു ഉയർത്തെഴുന്നേൽക്കലിലേക്ക് നയിക്കും, ഒരു പുനരുദ്ധാനത്തിലേക്ക് നയിക്കും. എത്ര കല്ല് വച്ചാലും, എത്ര സീൽ ചെയ്താലും, എത്ര കാവൽ നിന്നാലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്ര എണ്ണിപ്പറയാൻ എത്ര പ്രശ്നം ഉണ്ടാകട്ടെ, ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ, മരിച്ച് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ മുമ്പിൽ എത്ര പ്രയാസമുണ്ട്. കല്ലറയുണ്ട്, കല്ലറയുടെ ഒരു വാതിലുണ്ട്, അതിനു മുമ്പ് സീലുണ്ട്, പടയാളികളുണ്ട്, 3-4 പ്രതിസന്ധികൾ അവിടെ തന്നെയുണ്ട്. പക്ഷെ അതൊക്കെ നിഷ്പ്രഭമായി പോയി. അതിനെയൊക്കെ തവിട് പൊടിയായി യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എണ്ണി പറയുന്ന ആ പ്രശ്നം, ഈ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, ആ പ്രശ്നം എങ്ങനെ മുന്നോട്ട് പോകും? അതൊക്കെ നിഷ്പ്രഭമാക്കി അതിനെയൊക്കെ മറികടന്ന് ഉയർത്തെഴുന്നേക്കാൻ പറ്റും. പ്രതിസന്ധികൾ മാറും, കഷ്ടപ്പാടുകൾ മാറും. അതെല്ലാം ഒരു പുനരുദ്ധാനത്തിലേക്ക് നയിക്കും. ചില വേദനകൾ, ചില പ്രതിസന്ധികൾ, ചില പീഡാസഹനങ്ങൾ ഉയർത്തെഴുന്നേൽക്കലിലേക്ക് നയിക്കും. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തൊരു വ്യക്തിയാണോ, പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളാണോ, ഉയർത്തെഴുന്നേൽക്കും. പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ദുഃഖ ശനിയാഴ്ച ദിവസമായി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഈസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പുനരുദ്ധാന ദിവസം, ഉയർപ്പ് തിരുനാൾ, ഈസ്റ്റർ, നാളെ സൺഡേ. ആ ദിവസം ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന, പകലിലെ പ്രാർത്ഥന എല്ലാം അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ ഈ ദുഃഖ ശനിയാഴ്ച അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ. നാളെയും ഇന്നുമൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.